വിജയപ്രതീക്ഷയിലാണ് കാസർകോട്ടെ LDF സ്ഥാനാർത്ഥി സതീഷ് ചന്ദ്രൻ. ഷബീർ ഒമർ ചേരുന്നു സതീഷ് ചന്ദ്രനൊപ്പം. കാസർകോട്ടെ തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. LDFന്റെ വലിയൊരു റോഡ് ഷോയിലൂടെയാണ് കൊട്ടിക്കലാശത്തിന് തുടക്കമായിരിക്കുന്നത്. മഞ്ചേശ്വരം മുതൽ പയ്യന്നൂർ വരെയാണ് ഈ റോഡ് ഷോ. നിരവധി വാഹനങ്ങളാണ് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ LDF സ്ഥാനാർത്ഥി സതീഷ് ചന്ദ്രൻ ചേരുകയാണ്. ഈ അവസാന നിമിഷത്തിൽ എങ്ങനെയാണ് ഈ വിജയപ്രതീക്ഷ എത്രത്തോളം? ഈ മണ്ഡലത്തിൽ LDFന് തുടക്കം മുതലെയുള്ള മുന്നേറ്റം ഇപ്പോഴും തുടരുകയാണ്. വലിയ ജനപിന്തുണ ലഭിക്കുന്നത്. LDFന് പുറത്തുള്ളവരുടെയും നല്ല പ്രതികരണമുണ്ട്. റിക്കാർഡ് ഭൂരിപക്ഷത്തിൽ ഈ റോഡ് ഷോ ഏത് മുതൽ എവിടെ വരെയാണ്? ഈ റോഡ് ഷോ പഴയങ്ങാടി വരെ പോയി തിരിച്ച് വൈകുന്നേരം 5 മണിക്കും 6 മണിക്കും ഇടയിൽ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥി പങ്കെടുക്കുന്ന കലാശക്കൊപ്പ് നടക്കും. ബാക്കി എല്ലാ കേന്ദ്രങ്ങളിലും പയ്യന്നൂർ വെച്ചാണ് കൊട്ടിക്കലാശം. സ്ഥാനാർത്ഥി പങ്കെടുക്കുന്ന കൊട്ടിക്കലാശം. എന്തായാലും വളരെ വലിയൊരു വാഹന റാലിയോടുകൂടിയാണ് കൊട്ടിക്കലാശത്തിന് ആരംഭം ആരംഭിക്കുന്നത്. മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിച്ച് പയ്യന്നൂരിലാണ് ഈ വാഹന റാലി സമാപിക്കുക. വളരെ വലിയ ജനകൂട്ടായ്മയാണ് ഈ റാലിയിൽ കാണാൻ കഴിയുന്നത്. സ്ഥാനാർത്ഥിയും ഉറച്ച വിജയപ്രതീക്ഷയിലാണ്. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് LDF സ്ഥാനാർത്ഥിയുടെ അവകാശവാദം. എന്തായാലും UDFന്റെയും NDAയുടെയും റാലികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ മണ്ഡലത്തിലുടനീളം, അതായത് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ഉടനീളം കവർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിലാണ് LDFന്റെ റോഡ് ഷോ നടക്കുന്നത്. കാരണം മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഒരു അറ്റമായ മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങി മഞ്ചേശ്വരത്തിന്റെ മറ്റേ അറ്റമായ അവസാനമായ പയ്യന്നൂരിൽ അവസാനിക്കുന്ന രീതിയിലാണ് റോഡ് ഷോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ റോഡ് ഷോ പുരോഗമിക്കുന്നത്. ഇപ്പോൾ 4ാമത്തെ പോയിന്റായ മേൽപ്പറമ്പ് എത്താനിരിക്കുകയാണ് റോഡ് ഷോ. എന്തായാലും വളരെ വലിയൊരു ജന കൂട്ടായ്മയാണ് ഈ റോഡ് ഷോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.